Hello beautiful people, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇഫ് യു ആർ ഹിയർ യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് മിനിമലിസ്റ്റ് പ്രോഡക്ട്സ് അല്ലേ. ഞാൻ കുറേ മിനിമലിസ്റ്റ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ചെക്ക്ഡ് ഇറ്റ് ഔട്ട്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ഇവിടെയുള്ള ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആസ് ദി ടൈറ്റിൽ സജസ്റ്റ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനിമലിസ്റ്റിൻ്റെ ട്രാൻഎക്സാമിക് ആസിഡ് സീറത്തിൻ്റെ റിവ്യൂ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 649 rupees ആണ് ഫോർ 30 ml ഓഫ് പ്രൊഡക്റ്റ്. ഇതിന് ചെറിയ ചെറിയ ഡിസ്കൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ബൈ എനി ഓഫ് ദി മിനിമലിസ്റ്റ് പ്രോഡക്ട്സ്, പ്ലീസ് ഡു ബൈ ഫ്രം ദാറ്റ് ലിങ്ക്. അതാവുമ്പോൾ നിങ്ങൾക്കും ചെറിയൊരു ഓഫർ കിട്ടും, എനിക്ക് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് അവരുടെ പ്രൊഡക്ട്സ് പുതിയത് ട്രൈ ചെയ്യാനും പറ്റും, നിങ്ങളോട് റിവ്യൂസ് ഷെയർ ചെയ്യാനും പറ്റും. ഇതിൻ്റെ pH എന്ന് പറയുന്നത് 3.8 to 4.8 ആണ്. ഇനി ഇതിൻ്റെ പാക്കേജിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇത് മറ്റ് മിനിമലിസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ വരുന്ന പോലെ തന്നെ ഗ്ലാസ് ഡ്രോപ്പർ ബോട്ടിലാണ് വരുന്നത്. ഡാർക്ക് കളേർഡ് ബോട്ടിലാണ്. ആൻഡ് ഇതിൻ്റെ ഡ്രോപ്പർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പോയിൻറ്റഡ് ഷേപ്പിലുള്ള ഡ്രോപ്പറാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് കോഴ്സ് അക്വ ബേസ്ഡ് ആണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. സോ നോർമൽ വാട്ടർ ആണ് ഇതിൻ്റെ ബേസ്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഓട്ട് കേർണൽ എക്സ്ട്രാക്റ്റ് ആണ്. നല്ല സൂതിങ് ആൻഡ് കാമിങ് എഫക്റ്റ് ഉള്ള ഒന്നാണ് ഓട്സ്. സോ ഓട്ട് എക്സ്ട്രാക്ട് ഇസ് സംതിങ് ദാറ്റ്സ് വെരി ഗുഡ് ഫോർ അവർ സ്കിൻ. എസ്പെഷ്യലി നമ്മുടെ മോയ്സ്ചർ ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഓട്ട് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഇൻഗ്രീഡിയൻറ്റ് അവർ ഹീറോ ട്രാൻഎക്സാമിക് ആസിഡ്. ഞാനും ഈ ഒരു പേര് ആദ്യമായിട്ട് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ഇസ് ദിസ് ട്രാൻഎക്സാമിക് ആസിഡ്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായത്. ഇതിൻ്റെ പുറകെ ആൻഡ് ഹൗ ദിസ് വർക്ക്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ സയൻസ് തന്നെയുണ്ട്. സോ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഞാൻ ട്രാൻഎക്സാമിക് ആസിഡിനെ കുറിച്ച് ഒരു പുറത്തുള്ള ഒരു ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ ലിങ്ക് ഇറ്റ് ബിലോ. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. സോ ബേസിക്കലി വാട്ട് ട്രാൻഎക്സാമിക് ആസിഡ് ഡസ് ഇറ്റ്സ് നമ്മുടെ സ്കിന്നിലെ മെലനിൻ പ്രൊഡക്ഷൻ, ദാറ്റ് ഇസ് അതാണല്ലോ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ കാരണമായിട്ടുള്ള ഒന്ന്. സോ മെലനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ ഓഫ് ദിസ് വൺ. സോ ട്രാൻഎക്സാമിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ മെലനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഫർദർ ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത് കുറയ്ക്കുകയും ചെയ്യും. കൂടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സോ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണിത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് കൊണ്ടുവന്നത് ഈ ഒരു പർപ്പസ്, ദാറ്റ് സ്കിൻ കെയർ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നില്ല, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓറലി ഇൻടേക്ക് ചെയ്യായിരുന്നു. ദാറ്റ് ഈസ് ഹെവി പീരിയഡ്സ് ഓർ ബ്ലീഡിങ് സർജറിയുടെ സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ട്രാൻഎക്സാമിക് ആസിഡ്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നോട്ടീസ് ചെയ്തിട്ടാണ് പിന്നെ അതിനൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ദിസ് ഈസ് എ വെരി ഗുഡ് ഇൻഗ്രീഡിയൻറ്റ് ഫോർ അൺഈവൻ സ്കിൻ ടോൺ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് PIH, PIE, സ്കാർസ്, ഇതിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആക്റ്റീവാണ് ട്രാൻഎക്സാമിക് ആസിഡ്, including melasma. And third ingredient is mandelic acid. So mandelic acid is an AHA, alpha hydroxy acid. So the existing AHAs one of the mildest ആണ്. That is ഇതിൻ്റെ molecular size കുറച്ചുകൂടെ വലുതായതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ജെന്റ്ലി നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും when compared to glycolic acid, that is the strongest AHA. Next, HPA. So this serum itself mentions tranexamic acid 3% plus HPA. So what is this HPA? So HPA means hydroxy phenoxy propanoic acid. Too big. HPA madi alle. So it is a non-toxic derivative of hydroquinone. So hydroquinone nu parayunnathu one of the most strongest treatment for scars, dark spots, hyperpigmentation. അത് ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒന്നാണ്, അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിന് കുറേ ടോക്സിക് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് നമ്മൾ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് അത് എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് പ്രിസ്ക്രൈബിനെക്കാളും കൂടുതലൊക്കെ അത് എടുക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന ഡാർക്ക്നെസ്സിനെക്കാളും കൂടുതൽ ഡാർക്ക്നെസ് നമ്മുടെ മുഖത്ത് വരും. അങ്ങനത്തെ കുറേ സൈഡ് എഫക്ട്സ് അതിനുണ്ട്. സോ അതിൻ്റെ ഒരു നോൺ ടോക്സിക് ഡെറിവേറ്റീവ് ആണ് HPA എന്ന് പറയുന്നത്. ദാറ്റ് ഷോസ് സിമിലർ എഫക്റ്റ് ടു ദാറ്റ് ബട്ട് വിത്തൗട്ട് സൈഡ് എഫക്ട്. നെക്സ്റ്റ് അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, ദാറ്റ് ഈസ് AG. AGനെ കുറിച്ച് ഞാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ വൈറ്റമിൻ C റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ
Please do check that out. In short പറയുകയാണെങ്കിൽ AG is something that makes our body produce more of hyaluronic acid. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ്. It also has some skin brightening properties. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സോഡിയം ഹൈലറോണേറ്റ്, ദാറ്റ് ഇസ് ഹൈലറോണിക് ആസിഡ് പ്ലസ് വേറെയും കുറേ ഹ്യൂമക്റ്റൻസ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലുണ്ട്. പിന്നെ ചെറിയൊരു കോൺസെൻട്രേഷനിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് സാലിസിലിക് ആസിഡ്. സോ സാലിസിലിക് ആസിഡിൽ നിന്ന് നമുക്ക് എക്സ്ഫോളിയേറ്റിംഗ് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. ഐ തിങ്ക് ആ ഒരു ഫോർമുല ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ മോസ്റ്റ്ലി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടാവുക, ലൈക്ക് എ പ്രിസർവേറ്റീവ് ഓർ സംതിങ്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ സ്വന്തം മഞ്ഞൾ, ദാറ്റ് ഇസ് ടേമറിക് റൂട്ട് എക്സ്ട്രാക്റ്റ് ആണ്. സോ ടേമറിക് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ഓർ എഫക്ട്സ് അവർ സ്കിൻ ബ്രൈറ്റ്നസ് അല്ലേ. നമ്മുടെ സ്കിന്നിൽ ഒരു ലൂമിനൻസും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൻഷ്യൻ്റ് ആയിട്ട് പണ്ട് കാലം തൊട്ടേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ റൂട്ട് എക്സ്ട്രാക്റ്റും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ. നമുക്ക് ഇതിൻ്റെ പോട്ടൻസിയിലോട്ട് കടക്കാം. സോ ഇതിൻ്റെ പോട്ടൻസി എന്ന് പറയുന്നത് ട്രാൻഎക്സാമിക് ആസിഡ് 3% ആണ്. സോ 3% ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് എമൗണ്ട് ആണ്. യൂഷ്വലി ട്രാൻഎക്സാമിക് ആസിഡ് 3 to 5% തന്നെയാണ് വരിക. സോ 3% എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന്. നെക്സ്റ്റ് ടെക്സ്ചർ. ഇതിൻ്റെ ടെക്സ്ചർ ഈസ് സംതിങ് ദാറ്റ് ഈസ് എ ലിറ്റിൽ ട്രിക്കി ഐ വുഡ് സേ. ഇതിനൊരു ചെറിയ ലൈറ്റ് മഞ്ഞ കളർ ഉണ്ട്. ദാറ്റ് ഇസ് ഡ്യൂ ടു ടേമറിക് റൂട്ട് എക്സ്ട്രാക്ട് ഐ സപ്പോസ്. ടെക്സ്ചർ എന്ന് പറയുന്നത് ഇത് ലിക്വിഡ് തന്നെയാണ്, പക്ഷേ ഇതിന് ചെറിയൊരു സ്ലൈമി ഫിനിഷ് ഓർ ഒരു ചെറിയൊരു ഓയിലി ഫിനിഷ് ഉണ്ടായിരുന്നു. നമ്മളത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കൊരു ഓയിലി ഫീൽ ഉണ്ടാവും, പക്ഷേ ഇറ്റ് ഡെഫിനറ്റ്ലി സെറ്റിൽസ്. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ സമ്മർ ടൈമിൽ ഓയിലി സ്കിന്നുകാർക്കോ ദിസ് മൈറ്റ് ബി എ ലിറ്റിൽ ട്രിക്കി ടു വർക്ക് ഔട്ട്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഫൈൻ. വലിയൊരു കുഴപ്പമുണ്ടാവില്ല. എസ്പെഷ്യലി ഇഫ് ദാറ്റ് മോയ്സ്ചറൈസർ ഇസ് സംതിങ് ദാറ്റ് സൂട്ട്സ് അവർ സ്കിൻ, അതൊന്ന് സെറ്റ് ആയിക്കോളും. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുറച്ചൊരു ഡിസ്കംഫർട്ട് തോന്നും, കുറച്ച് നേരത്തേന് കേട്ടോ. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് മേജർ, പക്ഷേ കുറച്ച് നേരത്തേന് ആ ഒരു ഓയിലിട്ടൊരു ഫീൽ ഉണ്ടാവും. നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഞാൻ കഴിഞ്ഞ കുറച്ച് റിവ്യൂ വീഡിയോസിൽ പറയാൻ വിട്ടുപോയെന്നാണ്, പ്ലീസ് പാച്ച് ടെസ്റ്റ് ബിഫോർ യു സ്റ്റാർട്ട് എനി ആക്റ്റീവ്സ് ഇൻ യുവർ സ്കിൻ കെയർ എന്നുള്ളത്. പ്ലീസ് ഡു ദാറ്റ്. ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഐ തിങ്ക് ഓൾ ദി പീപ്പിൾ ഹു ആർ ഇൻ ടു സ്കിൻ കെയർ നോ ദാറ്റ്. ഞാൻ മറന്നുപോയതാണ് കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വേണ്ടിയിട്ട്. സോ ഇപ്രാവശ്യം ഞാൻ എടുത്ത് പറയാണ്, പ്ലീസ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ യു ഇൻട്രൊഡ്യൂസ് എനി ന്യൂ ആക്റ്റീവ്സ് ഇൻ ടു യുവർ സ്കിൻ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടേക്ക് 3 to 4 drops ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആൻഡ് ദെൻ ജസ്റ്റ് മസാജ് ഇൻ ടു യുവർ സ്കിൻ. നിങ്ങൾക്ക് മസാജ് ചെയ്യോ പാറ്റ് ചെയ്യോ ചെയ്യാം. ഐ തിങ്ക് ഇതിന് കുറച്ചൊരു ഓയിലി ടെക്സ്ചർ ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇത് രാത്രി അപ്ലൈ ചെയ്യാനാണ് ഞാൻ പേഴ്സണലി പറയുക. ഇവരും ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, യൂസ് ഇറ്റ് അറ്റ് നൈറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂസ് ദിസ് പ്രോഡക്റ്റ് അറ്റ് നൈറ്റ് ആൻഡ് രാവിലെ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് സൺസ്ക്രീൻ. ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലോട്ട് കടക്കാം. സോ അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ക്ലെയിംസ് പറയട്ടെ. റെഡ്യൂസസ് മെലാസ്മ. ഐ ഡോണ്ട് ഹാവ് പേഴ്സണലി ദാറ്റ്, സോ ഐ കാൺട്ട് കമൻറ്റ് ഓൺ ദാറ്റ്. നെക്സ്റ്റ് PIE, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എരത്തീമിയ. ദാറ്റ് ഈസ് ബേസിക്കലി റെഡ്നെസ്. ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്ന ഒരു റെഡ്നെസ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഇറ്റ് ആസ് ടു ദി പോയിന്റ് തന്നെ പറയും. നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ്, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു പിമ്പിൾ പോപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പിമ്പിൾ വന്നിട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു റെഡ്നെസ് ഉണ്ടാവുമല്ലോ, അത് അടിപൊളിയായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാറ്റും. എസ്പെഷ്യലി ക്വിക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു 2 to 3 days തന്നെ നമുക്ക് ആ ഒരു റെഡ്നെസ് അങ്ങോട്ട് ഡിമിനിഷ് ആവും. ആ ഒരു കാര്യത്തിന് ഐ ഗിവ് ദിസ് എ തംസ് അപ്പ്. ഇറ്റ് ഡെഫിനറ്റ്ലി വർക്ക്സ് ഓൺ ദാറ്റ്. നെക്സ്റ്റ് PIH, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. സോ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഇത് ഡെഫിനറ്റ്ലി വർക്ക് ആവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ല, അറൗണ്ട് ദി മൗത്ത് മാത്രമേ ഉള്ളൂ. I have seen a difference, so I think this will work on that too. Next, scars. I think this one is the best for that. റെഡ്നെസ്സും സ്കാർസും ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ്, ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആക്നെ സ്കാർസ് ഓർ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. മൈ മോം യൂസ് ടു ബി ലൈക്ക് കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് ഇതാ ഇപ്പം മുഖത്ത് ഫുള്ള് കുരുവായി, അത് ഫുള്ള് പാടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക്, ഐ ആം ഡൂയിങ് ദിസ് ഫോർ എ പർപ്പസ്. ഇതാണ് എൻ്റെ ജോലി, ഇതാണ് എൻ്റെ പാഷൻ, സ്കിൻ കെയർ ട്രൈ ചെയ്യുക, അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. സോ ഇഫ് വൺ പ്രോഡക്റ്റ് കോസ്റ്റ് മീ ഓൾ ദിസ്,
വേറൊരു പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി അത് മായ്ച്ച് കളയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദാറ്റ് പ്രൊഡക്റ്റ് ഫോർ മീ. സി, ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രം ഞാൻ ഫുൾ ക്രെഡിറ്റ് കൊടുക്കില്ല. ഇഫ് യു ഹാവ് സ്കാർസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഓൾ, ഐ വുഡ് സേ യൂസ് ദിസ് അറ്റ് നൈറ്റ് ആൻഡ് യൂസ് വൈറ്റമിൻ സി അറ്റ് മോർണിംഗ്. ഈ രണ്ട് കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ഈ ഒരു ഡുവോ വർക്ക്സ് വണ്ടേഴ്സ് ഓൺ ആക്നെ സ്കാർസ്, ആക്നെ മാർക്സ് ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. ആക്നെ മാർക്സ് അടിപൊളിയായിട്ട് മാറ്റും. ലൈവ് എക്സാമ്പിൾ ഞാനാണ്. ഐ ഹാഡ് സോ മെനി ആക്നെ മാർക്സ് ഹിയർ ആൻഡ് this just removed it. This combination I would say. So ഇതും ആസ് സച്ച് നല്ല പ്രോഡക്റ്റ് തന്നെയാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇഫ് യു ക്യാൻ ഇൻക്ലൂഡ് വൈറ്റമിൻ സി ടു അറ്റ് മോർണിംഗ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഈ ഓൾ സംഭവം ഒന്ന് സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ല ക്ലീൻ ഇൻഗ്രീഡിയൻസും അടിപൊളി ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്ചറും വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആൻഡ് വെൽ ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. സോ ഹൂ ഇസ് ദിസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ? If you have acne scars, acne marks, hyperpigmentation or uneven skin tone, അപ്പം ഒന്ന് സ്കിൻ ടോൺ ഈവൻ ടോൺഡ് ആക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മിനിമലിസ്റ്റിൻ്റെ ട്രാൻഎക്സാമിക് ആസിഡ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നോർമൽ കോമ്പിനേഷൻ ആൻഡ് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് വാങ്ങാൻ പറ്റും. ഓയിലി സ്കിന്നുകാർക്ക് ഇത് കുറച്ചൊരു ട്രിക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. It might suit you or it might not suit you. ഇത് ആസ് സച്ച് ആക്നെ ഓർ ഇറിറ്റേഷൻ ഒന്നും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ കുറച്ചൊരു ഓയിലി ആയതുകൊണ്ട് ചിലർക്ക് അത് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിന്ന് വരില്ല. സോ ഡു യുവർ റിസർച്ച്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ കുറച്ച് പേഴ്സണൽ എവ്രിഡേ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. സോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.